ജനനായകൻ്റെ റിലീസ് പൊങ്കലിന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് സിനിമാ നടന്മാരടക്കം പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അണ്ണൻ്റെ പടം പൊങ്കലിന് വന്നില്ലെങ്കിൽ അണ്ണൻ്റെ പടം എന്ന് വരുന്നോ അന്നാണ് പൊങ്കലിന്. സത്യം പറഞ്ഞാൽ അതങ്ങനെ തന്നെ ആക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കാരണം ഇവരെ കൊണ്ടൊന്നും കൂട്ടിയിട്ട് കൂടുന്നില്ലല്ലോ എന്ന് തോന്നി പോവുകയാണ്. ഇത്തവണ പൊങ്കലിന് എത്തിയിട്ടുള്ള തെലുങ്ക് സിനിമകൾ എനിക്ക് വലിയ കാര്യമായിട്ടൊന്നിലും ഒരു പ്രതീക്ഷയൊന്നുമില്ല. ആസ് എ മലയാളി നമ്മൾ ഇവിടെ റിലീസാവുന്ന സിനിമകളും കൂടി വെച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത്. അവിടെ ഭയങ്കര ഹിറ്റാണ് എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? നമുക്ക് ആസ്വദിക്കാൻ പറ്റണ്ടേ? നമ്മൾ നമ്മുടെ കാര്യമല്ല ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തമിഴ്നാട്ടിൽ നിന്ന് റിലീസിന് എത്തിയിട്ടുള്ള സിനിമകളിൽ വാ വാത്യാർ ഞാൻ ഇന്ന് കണ്ടു. നാളെ ഇനി തലൈവർ തമ്പി തലൈമയിൽ എന്ന് പറയുന്ന ഒരു സിനിമ കൂടി റിലീസാവുന്നുണ്ട്. ജീവയുടെയാണ്. ഒരുപാട് മലയാളികൾ ആ സിനിമയുടെ പിന്നിലും മുന്നിലും ഒക്കെ ആയിട്ടുണ്ട്. അതിലൊരു പ്രതീക്ഷ എനിക്കുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് വാ വാത്യാർ എന്ന സിനിമയെക്കുറിച്ചാണ്. നളൻ കുമാരസ്വാമി തിരക്കഥ എഴുതി സംവിധാനം നിർവഹിച്ചിട്ടുള്ള സിനിമയാണ്. അദ്ദേഹമാണ് ഈ വിജയ് സേതുപതിയുടെ സൂതുകാവ് എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത്. പുള്ളിയുടെ ഫസ്റ്റ് പടം അതായിരുന്നു. അതൊരു ഫേവറേറ്റ് പടമാണ് എനിക്ക്. ഈ സിനിമയിൽ കാർത്തി, കൃതി ഷെട്ടി, രാജ് കിരൺ, സത്യരാജ് തുടങ്ങിയൊരു വലിയ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സിമ്പിളായിട്ട് പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ ദ പീപ്പിൾ, അന്യൻ, മാവീരൻ തുടങ്ങിയിട്ടുള്ള കുറേ സിനിമകൾ ഒരു 1.5 ലിറ്റർ വെള്ളത്തിൽ നല്ലോണം കലക്കി എടുത്തൊരു ഔട്ട്പുട്ട് തരാൻ ശ്രമിച്ച പോലൊരു സിനിമയായിട്ടാണ് എനിക്കത് തോന്നിയത്. പക്ഷേ കലങ്ങിയില്ല. ഭൂതം, പ്രേതം, ആത്മാവ് എന്നൊക്കെ പറയുന്നതിൽ ഒരു ചരിത്ര പുരുഷൻ്റെ തിരിച്ചുവരവ് എന്നൊക്കെ പറയുന്നതിന് പകരം ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ആവാഹനം എന്നൊക്കെ പറയുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, ആ ഐഡിയ, ദാറ്റ് വാസ് ഗുഡ്. പക്ഷേ നേരത്തെ പറഞ്ഞ തന്നെയാണ്, കലങ്ങിയില്ല. എന്നെ സംബന്ധിച്ച് ഞാനിത് കണ്ടു തീർത്തു. പക്ഷേ ബോറടിച്ചു, അയ്യോ എന്ത് പടമാണിത് എന്ന് ഫീൽ ചെയ്തില്ല. ചില ഇടങ്ങളിലൊക്കെ നല്ല പരിപാടിയാണല്ലോ എന്ന് പറയുന്ന ചില സ്ഫുരണങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷേ അത് മാറ്റി നിർത്തിയാൽ സിനിമ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്കുള്ള വഴിയിലും ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്തും സിനിമ എന്നിലൊന്നും അവശേഷിപ്പിക്കുന്നില്ല. ഒരു ഫീല്. നമ്മൾ റേഡിയോയിൽ വർക്ക് ചെയ്യുമ്പോൾ പറയും, ഒന്നെങ്കിൽ മേക്ക് ദം ഫീൽ, അല്ലെങ്കിൽ മേക്ക് ദം തിങ്ക്, അല്ലെങ്കിൽ മേക്ക് ദം ആക്ട്. ഇതിലേതെങ്കിലും ഒന്ന്. ഞങ്ങളതിൽ ഒരു എക്സ്ട്രാ കാര്യം കൂടി ആഡ് ചെയ്യാറുണ്ട്, മേക്ക് ദം ലാഫ്. ഇതിൽ ഒന്നുപോലും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല. കുറച്ചും കൂടി ചുരുക്കി പറഞ്ഞാൽ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി സ്പോയിൽ ചെയ്ത് കളഞ്ഞല്ലോ എന്ന് തോന്നിപ്പോയി. എന്നാലും ഞാൻ കുറച്ച് പോസിറ്റീവ്സ് കണ്ടെത്തിയിട്ടുണ്ട്. പോസിറ്റീവ്സിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ഒന്നാമത്തെ പോസിറ്റീവ് ഈ ഐഡിയയാണ്. പരിപാടി കൊള്ളാം. നമ്മൾ ഈ പറയുന്ന ചരിത്ര പുരുഷന്മാരുടെ തിരിച്ചുവരവ്, അല്ലെങ്കിൽ ഈ ദൈവങ്ങളുടെ അങ്ങനെയൊക്കെയുള്ള പരിപാടികളിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു സൂപ്പർ സ്റ്റാർ ക്യാരക്ടർ ഒരു മനുഷ്യനിലേക്ക് വരിക എന്നൊക്കെ പറയുമ്പം അതിനകത്ത് കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. ഈ പറയുന്ന പെർഫോമറിന് നിന്നാടി തിമിർക്കാനുള്ളതുണ്ട്. അത് കാർത്തി നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കും വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ്. പടയോട്ടത്തിലെ പ്രേം നസീർ തിരിച്ചു വരുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു താരത്തിന് ഇവിടെ അധികം സെലിബ്രേറ്റ് ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന താരങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരിപ്പോഴും സൂപ്പർ സ്റ്റാറുകളായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. വാത്തിയാർ അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് പോലെ നമ്മളിവിടെ അങ്ങനെ ഒരാളെ സെലിബ്രേറ്റ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കാൻ പറ്റില്ല. പക്ഷേ ഐഡിയ ഈസ് സോ ഗുഡ്. രണ്ടാമത്തെ കാര്യം മ്യൂസിക്കാണ്. എന്ന് വെച്ചാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേണിലാണ് ഇതിൻ്റെ പരിപാടി പിടിച്ചിരിക്കുന്നത്. എനിക്കത് ഇഷ്ടപ്പെട്ടു. പാട്ടുകൾ ഇപ്പോൾ രാജാവിൻ പാർവേർ, ആ പാട്ടൊക്കെ വരുമ്പോഴും അതിൻ്റെ മിക്സും കാര്യങ്ങളും അതുപോലെ പുതിയ പാട്ടുകളൊക്കെ അവർ ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ ഒരു രസമുണ്ട്, ഒരു ഓളമുണ്ട്. ഈ സിനിമ തുടങ്ങി നായകൻ്റെ ഒരു ഗ്രൂപ്പ് ഡാൻസ് മസ്റ്റാണല്ലോ എല്ലാ തമിഴ് സിനിമകളിലും. ഒരു പൊങ്കൽ റിലീസ് ആകുമ്പോൾ തീർച്ചയായിട്ടും വേണം. ഇതിലും അങ്ങനെ ഒരു പാട്ടുണ്ട്. പക്ഷേ ആ പാട്ട് വന്നു കയറുന്നത് അറിയില്ല. ഒരു ഫ്ലോയിൽ ഇങ്ങനെ നടന്ന് സംസാരിച്ച് വന്നത് പാട്ടായി മാറി, പിന്നെ അടുത്തതിലേക്ക് പോയി, അങ്ങനെ ഒരു ഫ്ലോ ഉണ്ട്. ടോട്ടൽ ഓഡിയോ വിഷ്വൽ സൈഡ് സിനിമയുടേത് വളരെ മനോഹരമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അത് പറയുമ്പോൾ ഇതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് പറയണം, അവർ ആ സെറ്റ് ഇട്ടിരിക്കുന്ന പരിപാടികളും മേക്കപ്പ്, പിന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് പരിപാടികൾ വളരെ ഗംഭീരമായിട്ട്. ഓരോ ട്രാൻസിഷൻസും ഞാനീ പറഞ്ഞില്ലേ അന്യൻ എന്നൊക്കെ പറയുന്നത് അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ആ എഡിറ്റിംഗ്, ട്രാൻസിഷൻ എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ അവർ നല്ല വെടിപ്പായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സീൻ ടു സീൻ മാറുന്നതാണെങ്കിലും ക്യാരക്ടർ ഷിഫ്റ്റുകളാണെങ്കിലും അതൊക്കെയും വളരെ രസമായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് മറ്റൊരു വലിയ പോസിറ്റീവ് സിനിമയുടെ ലെങ്ത്താണ്. വെറും 2 മണിക്കൂർ 9 മിനിറ്റാണ് സിനിമയുടെ ലെങ്ത്ത്. അപ്പുറം ഇപ്പുറം കുറച്ച് ടൈറ്റിലും ക്രെഡിറ്റ്സൊക്കെ ആയിട്ട് പോകുമല്ലോ. എന്തായാലും 2 മണിക്കൂർ കൊണ്ട് നമുക്ക് കണ്ടു തീർക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. കുറച്ചും കൂടി നീണ്ടുപോയിരുന്നെങ്കിൽ ഉറപ്പായും വലിച്ചിലായനെ. പക്ഷേ കുറച്ചും കൂടി ചുരുക്കിയിരുന്നെങ്കിൽ ആ ഒരു ക്രിസ്പി ഫീൽ കിട്ടിയേനെ. വേണമെങ്കിൽ പറയാവുന്ന മറ്റൊരു പോസിറ്റീവ്, ഈ വാത്തിയാരെക്കുറിച്ച്, MGRനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എത്ര പേർക്ക് പുള്ളിയെ ഇപ്പോഴത്തെ ജനറേഷനിൽ, ഈവൻ തമിഴാണെങ്കിലും മലയാളമാണെങ്കിലും ഇപ്പോഴത്തെ ജനറേഷനിൽ എത്ര പേർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ ആ ഒരു ഐഡിയ കൊടുക്കുക, അന്ന് ഇദ്ദേഹം ആരായിരുന്നു, അദ്ദേഹം എന്ന് പറയുന്ന ഇമോഷൻ എത്രത്തോളമായിരുന്നു എന്ന് പറയുന്ന ആ ഒരു ഫീല് പുതിയ ജനറേഷന് പകർന്നു കൊടുക്കാനുള്ളൊരു ശ്രമം എന്നുള്ള രീതിയിലും ഞാനൊരു പോസിറ്റീവ് ഘടകം കണ്ടെത്തുന്നുണ്ട്. പക്ഷേ നെഗറ്റീവ്സിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ കാര്യം, ഒരു ഇമോഷണൽ കണക്റ്റും ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ്. ഫസ്റ്റ് നമുക്കിതിനകത്ത് ഫീൽ ചെയ്യേണ്ടി വരുന്നത് ആ വാത്തിയാർ ഇമോഷനായിരുന്നു. അത്രയും ആളുകൾക്ക് ജീവനായിരുന്നൊരു മനുഷ്യൻ, അയാൾ ഇല്ലാതാവുമ്പോൾ
അതായത് ഈ സിനിമയുടെ ഒരു സ്നീക്ക് പീക്ക് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അതാണ് സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത്. വാത്യാറിൻ്റെ ഫാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അറിയുന്നത് വാത്യാർ മരിച്ചു. സ്വന്തം പേരക്കുട്ടി ജനിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലുമ്പോഴും പുള്ളി ഭയങ്കര സാഡാണ്. പക്ഷേ പുള്ളി മരിച്ച അതേ സമയത്താണ് ഈ പേരക്കുഞ്ഞ് ജനിച്ചിരിക്കുന്നത് എന്നുള്ളത് അറിയുകയും അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ചോട്ടിലുള്ളതുപോലെ അതേപോലത്തെ ഒരു മച്ചം ഈ കുട്ടിയുടെ കാലിലും ഉണ്ട് എന്നറിയുന്ന സമയത്ത് വാത്യാരെ വന്ന് പറന്നെടുക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രാജ്കിരൺ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഇമോഷൻ സിനിമയിൽ നമുക്ക് കിട്ടുന്നില്ല. വാത്യാർ വന്നു എന്ന് പറയുന്ന അവരുടെ ആ ഇമോഷൻ നമുക്ക് കിട്ടണമല്ലോ. അതെനിക്ക് എവിടെയും വർക്കായില്ല. ഇദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് സീനുകളാണെങ്കിലും. പിന്നെ രണ്ടാമത്തെ കാര്യം ഈ തപ്പെ തട്ടി കേക്കറോ എന്ന് പറയുന്ന ആ സാധനം ഉണ്ടല്ലോ, അതായത് തെറ്റ് കാണുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്ന അത് സ്ക്രീനിൽ ഈ സൂപ്പർ സ്റ്റാർ ചെയ്യുമ്പോൾ പുറത്തിരിക്കുന്ന നമുക്കും കൂടി ഫീൽ ചെയ്യേണ്ടതാണ്. അങ്ങനെ ഫീൽ ചെയ്യുമ്പോഴാണ് ഇതിനകത്ത് എന്തോ ഇവർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന പോലത്തെ ഒരു തോന്നലുണ്ടാവുക. അങ്ങനത്തെ ഒരു ഇമോഷനും തട്ടി ഉണർത്താൻ സിനിമയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇതിലെ ക്രൈമും അതുപോലെയുള്ള കാര്യങ്ങളും അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു അവസ്ഥയിലാണ് സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കുറച്ചും കൂടി എൻഗേജിങ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ, അത് ക്യാപ്ചർ ചെയ്തിരുന്നെങ്കിൽ ഒരു ഫൈറ്റ് സീക്വൻസ് ഗംഭീരമായിരുന്നേ. പക്ഷേ ഞാൻ ഗംഭീരം എന്ന് പറയുന്നത് അതിൻ്റെ ഐഡിയ ആണ്. അതിൻ്റെ എക്സിക്യൂഷനിൽ ആ ഗംഭീരം എനിക്ക് കിട്ടിയില്ല. അത് പക്ഷേ കുറച്ചും കൂടി ഇതായിട്ട് ചെയ്തിരുന്നെങ്കിൽ, കുറച്ചും കൂടി സമയമെടുത്ത് ആ ഫൈറ്റ് നടക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു ജോഗ്രഫിക്കൽ സാധനമൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കി തന്നിട്ട് അത് ചെയ്തിരുന്നെങ്കിൽ അത് ഭയങ്കര എഫക്റ്റായി പോയേനെ. ഈ സിനിമ ഇതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫിയോ അല്ലെങ്കിൽ ഇതിൻ്റെ സംവിധായകനോ ആരോ ഒരാൾ ഷാഡോ ഫൈറ്റ് എന്ന് പറയുന്ന ഗെയിം കളിക്കുന്നുണ്ടെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഷാഡോ ഫൈറ്റ് 4 ഞാനും കളിക്കുന്നുണ്ട്. അതിനകത്തുള്ള ഗെയിമിലെ ക്യാരക്ടേഴ്സാണ് ഇതിനകത്തൊരു ഫൈറ്റ് സീക്വൻസിൽ വരുന്നത്. അത് ഭയങ്കര അടിപൊളിയായിരുന്നേ. അത് ഫീൽ ചെയ്യിപ്പിക്കാതെ, എന്നാൽ ഞാൻ ശരിക്കും ആ ക്യാരക്ടേഴ്സ് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ അപ്പോഴും ആ ഫൈറ്റ് നടക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു ജോഗ്രഫിക്കൽ പരിപാടി അത് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ എന്തായാലും കുറേ കോപ്പിയൊക്കെ എടുക്കുന്നുണ്ടല്ലോ. ജോൺ വിക്കിൻ്റെ ഒരു സാധനമൊക്കെ എടുക്കാമായിരുന്നു എങ്കിൽ പൊളിച്ചേനെ. അങ്ങനത്തെ ഒരു സാധനം ഉണ്ട് സിനിമയിൽ. പക്ഷേ അത് എറിച്ചില്ല. ആക്ഷൻ സീക്വൻസുകൾ എനിക്ക് കുറച്ച് സ്റ്റൈലായിട്ട് പഴകിയ പോലെ തുടങ്ങുമ്പോൾ തോന്നി അടിപൊളി. പക്ഷേ പിന്നെ അങ്ങോട്ടേക്ക് നിന്ന് എപ്പോഴും നമ്മൾ സ്ഥിരം കാണുന്ന പരിപാടികളൊക്കെ തന്നെ അതിലൊരു ഊർജ്ജമില്ലായിരുന്നു. ആൻഡ് അപ്പാർട്ട് ഫ്രം ദി ഐഡിയ അടിപൊളിയായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ ഐഡിയയുടെ എക്സിക്യൂഷൻ പോരായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമ ഭയങ്കര പ്രഡിക്റ്റബിളാണ്. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം. അതുപോലെ അങ്ങനെ തന്നെ സിനിമയിൽ സംഭവിക്കും. പെർഫോമൻസിനെ കുറിച്ച് പറയുമ്പോൾ കാർത്തിയുടെ ഒരു സ്വാഗ് ഉണ്ട്. കാർത്തി വാദ്യാരായി വരുന്ന സീക്വൻസുകളും പുള്ളി രസമായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഈ പറയുന്ന ഇമോഷൻ കണക്റ്റ് ആവാത്തടത്തോളം ഈ എലമെൻറ്റ് നമുക്കങ്ങനെ ഫീൽ ചെയ്യില്ല. കൃതി ഷെട്ടി പുള്ളിക്കാരി സിനിമയിൽ ഒരു ഐ ക്യാൻഡി സംഭവമൊക്കെ തന്നെയാണ്. പക്ഷേ ആ ക്യാരക്ടറിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്താണ് ഇവർ ചെയ്യുന്നത് അതൊക്കെ കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. നിങ്ങൾക്ക് നായകൻ്റെ കൂടെ ഡാൻസ് കളിക്കാൻ ഒരു പെൺകുട്ടി വേണം, കുറച്ച് ഗ്ലാമറസ് കോസ്റ്റ്യൂമിൽ ഈ സീനിൽ അവിടെ ഇവിടെയൊക്കെ നിൽക്കാൻ ഒരാൾ വേണം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സെലിബ്രേഷൻ സിനിമയിൽ നമ്മൾ ഇത്രയൊക്കെ ചോദിക്കുന്നത് ഭയങ്കര കൂടുതലാണ്. പക്ഷേ ആ ക്യാരക്ടറിനെ തുടക്കത്തിൽ അവതരിപ്പിക്കുന്നത് വെച്ചിട്ട് പക്ഷെ പിന്നെ എങ്ങോട്ടും അത് പോകുന്നില്ലായിരുന്നു. അപ്പോൾ ആ ഐഡൻറ്റിറ്റി സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകൻ ഡിമാൻഡ് ചെയ്യും, ആഗ്രഹിക്കും ഇതെന്തായിരുന്നു പരിപാടി എന്നുള്ളത്. അതിലേക്ക് പോയിട്ടില്ല. ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റിൽ ഈ സിനിമയെ നമുക്ക് വിവരിക്കാൻ പറ്റും, ചിന്തിക്കാനൊക്കെ ഉണ്ട്. പക്ഷേ അവിടെയും സിനിമ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ആവശ്യമുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് സാറ്റിസ്ഫൈഡ് ആവാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി അങ്ങനെ അങ്ങ് തീർന്നു പോയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് വാത്യാർ ഫീൽ ചെയ്തത്. എല്ലാം കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയാൻ തോന്നിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് സിനിമ ഒന്നും എന്നിൽ അവശേഷിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞതൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ തന്നെ. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് വിലയിരുത്തേണ്ടതാണ്. എല്ലാ സിനിമയും അത് അർഹിക്കുന്നുണ്ട്. അങ്ങനെ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ എന്നൊക്കെ തീരുമാനിക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ ശരി, ബൈ.